ശ്രദ്ധിക്കുക, വിക്ടേഴ്സ് ചാനലിൽ കഴിഞ്ഞ ദിവസം സംരക്ഷണം ചെയ്ത 9ാം ക്ലാസ്സിലെ ഏരിയ എന്ന ചാപ്റ്ററിന്റെ ത്രികോണ ഭാഗം, ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ത്രികോണ ഭാഗത്തിൽ ഇവിടെ നമുക്ക് ഒരു ത്രികോണം ചിത്രത്തിൽ കാണാം. ത്രികോണം ABC ആണ്. ഇതിലെ A എന്ന വെർട്ടെക്സ് നിന്ന് BCയുടെ മധ്യബിന്ദുവിലേക്ക്, മിഡ് പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വര ഈ ഓപ്പോസിറ്റ് സൈഡായ BCയെ വിഭജിക്കുന്ന അംശബന്ധവും അപ്പോൾ കിട്ടുന്ന രണ്ട് ത്രികോണങ്ങളുടെ അംശബന്ധങ്ങൾ തമ്മിലുള്ള റേഷ്യോയുമാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ BCയുടെ മിഡ് പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്താം. D ആണ് BCയുടെ മിഡ് പോയിന്റ്. എയിൽ നിന്ന് നമുക്ക് ഡിയിലേക്കാണ് ഒരു വര വരയ്ക്കേണ്ടത്. വരയ്ക്കാൻ നോക്കിക്കോളൂ. എയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ വര വരയ്ക്കുകയാണ്. AD ആണ് നമ്മുടെ വര. ഈ AD എന്ന വര ത്രികോണത്തെ മറ്റ് ത്രികോണങ്ങളായി മാറ്റി. ഒന്ന് ത്രികോണം ABD ആണ്, അടുത്ത ത്രികോണം ACD ആണ്. ഇതിന്റെ പാദവശം D മധ്യബിന്ദുവായതുകൊണ്ട് BDയുടെ നീളവും DCയുടെ നീളവും തുല്യമാണ്. തൽക്കാലം നമുക്കിതിനെ X ആണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വര നമുക്ക് രണ്ട് ത്രികോണം കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണത്തെ നമ്മൾ പ്രത്യേക കളറൊക്കെ കൊടുക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ള ത്രികോണം, ത്രികോണം ABD, ഒരു മഞ്ഞ ത്രികോണമുണ്ട്, ത്രികോണം ACD. ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകത ഇതിന്റെ പാദവശത്തിന്റെ നീളങ്ങൾ തുല്യമാണ്. X അല്ലെങ്കിൽ പാദവശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:1 X:X 1:1 ആണ്. ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് കണ്ടെത്തുകയാണ് നമുക്ക് അറിയാം. പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ABD എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണണമെങ്കിൽ പാദം നമുക്കറിയാം X ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉന്നതി നോക്കിയാൽ മതി. ഉന്നതി വരയ്ക്കുകയാണെങ്കിൽ എയിൽ നിന്ന് BDയിലേക്കുള്ള ഉന്നതിയാണ് AFന്റെ നീളം H ആണ്. അപ്പോൾ ത്രികോണം ABDയുടെ പരപ്പളവ് 1/2 BH, 1/2 ഇൻറ്റു ബേസ് X ഇൻറ്റു H. അപ്പോൾ ത്രികോണം ABDയുടെ പരപ്പളവ് ഹാഫ് ഇൻറ്റു X ഇൻറ്റു H എന്ന് കിട്ടും. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABD ഹാഫ് XH എന്ന് കിട്ടും. ഇവിടെ നോക്കുക, ഈ ത്രികോണം ACDയുടെയും ഉന്നതി H തന്നെയായിരിക്കും. കാരണം ഈ വരെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാദവശം കൊണ്ട് കിട്ടുന്നു, അത് H തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും പരപ്പളവ് എന്തായിരിക്കും? ACDയുടെ പാദം X തന്നെയാണ്, ഉന്നതി H ആണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവും 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി, ബേസ് ഇൻറ്റു ഹൈറ്റ്, X ഹാഫ് ഇൻറ്റു XH. അപ്പോൾ പരപ്പളവ് തമ്മിലുള്ള റേഷ്യോ 1/2 XH 1/2 XH രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 1:1 തന്നെയായിരിക്കും. അതായത് ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളുടെയും പാദവശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1 ആണ്. ഇവയുടെ ഏരിയ തമ്മിലുള്ള പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും 1:1 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. BCയുടെ മധ്യബിന്ദുവിനെ A എന്ന വെർട്ടെക്സുമായി ജോയിൻ ചെയ്താൽ ലഭിക്കുന്ന വര BCയെ വിഭജിക്കുന്ന അംശബന്ധവും BCയുടെ മധ്യബിന്ദുവായി യോജിപ്പിക്കുന്ന രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ തമ്മിലുള്ള അംശബന്ധവും തുല്യമാണെന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. മധ്യബിന്ദുവിന് പകരം വേറെ ഏതെങ്കിലും ഒരു ബിന്ദു നോക്കാം. BC എന്ന വശത്ത് വേറെ ഏതെങ്കിലും ഒരു ബിന്ദു നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ബിന്ദു D എന്ന ബിന്ദു നമ്മൾ എടുത്തു. ഈ D ബിന്ദു എവിടെ ആയാലും കുഴപ്പമില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റും, ഇവിടെ വേണമെങ്കിൽ നീക്കാൻ പറ്റും. ഇനി എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരയ്ക്കുക. ഇവിടെ ഈ ഡിയുടെ പ്രത്യേകത നമ്മൾ എടുത്തിരിക്കുന്നത് B തൊട്ട് D വരെയുള്ള ദൂരം X എന്നും ഡിയിൽ നിന്ന് സിയിലേക്കുള്ള അകലം Y എന്നുമാണ്. ഇനി നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഈ വര നേരത്തെ പോലെ തന്നെ ABC എന്ന ത്രികോണത്തെ രണ്ട് ത്രികോണങ്ങളായി വിഭജിക്കുന്നു. ഒന്ന് ത്രികോണം
എ ബി ഡിയും ത്രികോണം എ സി ഡിയും. ത്രികോണം നമുക്ക് രണ്ട് കളർ ഉപയോഗിച്ചിട്ട് രേഖപ്പെടുത്താം. ആദ്യം ഒന്ന് ത്രികോണം എ ബി ഡി, അടുത്ത ത്രികോണം എ സി ഡി. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് കാണാൻ നമുക്ക് നേരത്തെ ഇവിടെ അറിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉന്നതി കിട്ടിയാൽ മതി. ഉന്നതി നമുക്ക് എച്ച് എന്നെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉന്നതി ഇവിടെ എച്ച് ആണ്. അപ്പോൾ ആദ്യം ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ആണ്, ഹൈറ്റ് എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് എച്ച് ആണ്. അതുപോലെ ത്രികോണം എ സി ഡിയുടെ ബേസ് വൈ തന്നെയാണ്, ഹൈറ്റ് എച്ച് തന്നെയായിരിക്കും കണ്ടാലറിയാം. അപ്പോൾ അവിടെയും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ഹാഫ് വൈ എച്ച്. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ബേസ് പാദവശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എക്സ് ഈസ് ടു വൈ ആണ്. ബി തൊട്ട് ഡി വരെയുള്ള അകലം എക്സും ഡിയിൽ നിന്ന് സി വരെയുള്ള അകലം വൈയുമാണ്. ഇത് തമ്മിലുള്ള അംശബന്ധം എക്സ് ഈസ് ടു വൈ ആണ്. ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ തമ്മിലുള്ള അംശബന്ധം 1/2 എക്സ് എച്ച് ഈസ് ടു 1/2 വൈ എച്ച്. അതിൽ 1/2 കോമൺ ആണ്, എച്ചും കോമൺ ആണ്. അത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതും എക്സ് ഈസ് ടു വൈ എന്ന് കിട്ടും. അതായത് ഡിയുടെ സ്ഥാനം എവിടെയാണെങ്കിലും ഈ രണ്ട് ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധം അവയുടെ പാദവശങ്ങളുടെ അംശബന്ധങ്ങൾക്ക് തുല്യമാണ് എന്ന ഒരു തത്വമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതാണ് പറയുന്നത്. A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെയും ആ ട്രയാങ്കിളിന്റെ ഏരിയയിലും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ത്രികോണത്തിൽ ഏത് മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ഒരു വര ഈ വശത്തിന്റെ നീളത്തെയും ത്രികോണത്തിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. എ ബി എന്ന വശത്തെ ഏതെങ്കിലും ഒരു ബിന്ദുവും സി എന്ന വെർട്ടെക്സുമായി യോജിപ്പിച്ച് കിട്ടുന്ന വര എ ബിയെ വിഭജിക്കുന്ന അംശബന്ധവും അപ്പോൾ ലഭിക്കുന്ന രണ്ട് ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ആ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ തമ്മിലുള്ള അംശബന്ധവും ഈക്വലായിരിക്കും. അതായത് സി എന്ന വെർട്ടെക്സിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ഒരു വര എ ബിയെ വിഭജിക്കുന്ന അംശബന്ധവും അപ്പോൾ ലഭിക്കുന്ന രണ്ട് ത്രികോണങ്ങളുടെ ഏരിയകൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമായിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വരയ്ക്ക് പകരം സി എന്ന കോണിന്റെ സമഭാജി ആംഗിൾ ബൈസെക്ടറോ വരച്ചു നോക്കാം. എ സി ബി എന്ന ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് വരച്ചു നോക്കാം. സിയുടെ ആംഗിൾ ബൈസെക്ടർ ഉള്ള വരയ്ക്കാണ്. ആംഗിൾ ബൈസെക്ടർ ആണിത്. ആംഗിൾ ബൈസെക്ടർ എ ബിയെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കൂട്ടിവിടുന്ന പോയിന്റാണ് എഫ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ലഭിച്ചു. എ എഫ് സി ബി എഫ് സി എന്നീ രണ്ട് ത്രികോണങ്ങൾ. നമുക്ക് ഈ ആംഗിൾ ബൈസെക്ടർ എ ബി എന്ന വരയെ വിഭജിക്കുന്ന അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നമ്മൾ പഠിച്ചു എഫ് എന്ന ബിന്ദു എ ബിയിലാണ്. അതുകൊണ്ട് സി എഫ് എന്ന വര എ ബിയെ വിഭജിക്കുന്ന അംശബന്ധവും ഈ രണ്ട് ത്രികോണങ്ങൾ ത്രികോണം എ എഫ് സി ത്രികോണം ബി എഫ് സി എന്നീ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും ഈക്വൽ ആയിരിക്കുമെന്നാണ് പഠിച്ചത്. അതുപയോഗിച്ചുകൊണ്ട് ഈ സമഭാജി കോൺ സിയുടെ സമഭാജി കോൺ സിയുടെ എതിർവശമായ എ ബിയെ വിഭജിക്കുന്ന അംശബന്ധം കണ്ടുപിടിക്കാൻ ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കണ്ടാൽ മതി. ഈ ത്രികോണങ്ങളുടെ പരപ്പളവ് കാണാൻ എഫ് എന്ന ബിന്ദുവിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ വശത്തേക്ക് നമുക്കൊന്ന് ലംബങ്ങൾ വരച്ചു നോക്കാം. ഇവിടെ നമുക്കറിയാം എ എഫ് കോൺ സിയുടെ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിളുകൾ ഈ മഞ്ഞയും പച്ച ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. കാരണം ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ദ ആംഗിൾ ഇൻടു ടു ഈക്വൽ പാർട്സ്. അതായത് ഒരു കോണിന്റെ സമഭാജി കോണിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും.
നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. അതിന് എഫ് എന്ന ബിന്ദുവിൽ നിന്ന് ഈ രണ്ട് വശങ്ങളിലേക്ക് നമുക്ക് ലംബങ്ങൾ വരച്ചു നോക്കാം. നമുക്ക് രണ്ട് ലംബങ്ങൾ വരച്ചു. എഫിൽ നിന്ന് എ സിയിലേക്കുള്ള ലംബമാണ് എഫ് ജി, ബി സിയിലേക്കുള്ള ലംബമാണ് എഫ് എച്ച്. ഈ രണ്ടിനും എച്ച് എന്നാണ്, ഇതിന്റെ നീളത്തിന് എച്ച് എന്നാണ് സൂചിപ്പിച്ചത്. കാരണം തുല്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പരപ്പളവ് കാണാൻ എളുപ്പമാണ്. ഇത് തുല്യമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കാണാം, രണ്ട് മട്ട ത്രികോണങ്ങൾ കാണാം. ഏതൊക്കെയാണ്? ഒന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എഫ് ജി സി, എഫ് ജി സി, എഫ് എച്ച് സി. എഫ് ജി സിയും എഫ് എച്ച് സിയും ഇതിൽ ഈ രണ്ട് നീല കളറിൽ കൊടുത്ത രണ്ട് മട്ടകോണുകളാണ്, 90 ഡിഗ്രിയാണ്. കൂടാതെ ഈ രണ്ട് കോണുകൾ തുല്യമാണെന്നറിയാം. കാരണം സി എഫ് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. കൂടാതെ സി എഫ് എന്ന ഈ വശം ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ വശമാണ്. ഈ കോണും ഇത് തുല്യമായതുകൊണ്ട് ഈ കോണും തുല്യമായിരിക്കും. അതായത് ഒരു വശവും ആ വശത്തെ രണ്ട് കോണുകളും ഇവിടെ ഈ വശവും ഈ വശത്തെ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ടെന്താണ് ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അതായത് എഫ് എച്ചും എഫ് ജിയും, എഫ് എച്ച് ഇത് എഫ് ജി ഇത് എഫ് എച്ച്, അത് രണ്ടും തുല്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ എച്ച് എന്ന് കൊടുത്തത്. അതായത് ഈ രണ്ട് ത്രികോണങ്ങളുടെ ഉന്നതികൾ, എഫിൽ നിന്നുള്ള ഉന്നതികൾ തുല്യമായിരിക്കും. ത്രികോണം എ എഫ് സിയുടെയും ത്രികോണം ബി എഫ് സിയുടെയും എഫിൽ നിന്ന് എതിർ വശത്തേക്കുള്ള ഉന്നതികൾ തുല്യമായിരിക്കും. അപ്പോൾ ത്രികോണം എ എഫ് സിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബേസ് എ സി ആണ് ഇൻറ്റു എച്ച്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ എഫ് സി ഈസ് 1/2 ഇൻറ്റു എ സി ഇൻറ്റു എച്ച്. അതേപോലെ ത്രികോണം ബി എഫ് സിയുടെ പരപ്പളവ് 1/2 ഇൻറ്റു ബേസ് ബി സി ആയിട്ട് എടുത്താൽ 1/2 ഇൻറ്റു ബി സി ഇൻറ്റു അങ്ങോട്ടുള്ള ഉന്നതി എച്ച്, 1/2 ഇൻറ്റു ബി സി ഇൻറ്റു എച്ച് എന്ന് കിട്ടി. അപ്പോൾ പരപ്പളവുകൾ തമ്മിലുള്ള അംശം എന്തായിരിക്കും? പരപ്പളവ് തമ്മിലുള്ള അംശം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈസ് ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബി എഫ് സി ഈക്വൽ ടു 1/2 ഇൻറ്റു എ സി ഇൻറ്റു എച്ച് ഈസ് ടു 1/2 ഇൻറ്റു ബി സി ഇൻറ്റു എച്ച്. അതിൽ 1/2 ഇൻറ്റു എച്ച് രണ്ടിനും കോമൺ ആണ്. ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ എ സി ഈസ് ടു ബി സി എന്ന് കിട്ടും. ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എ സി ഈസ് ടു ബി സി ആണ്. നേരത്തെ നമ്മൾ എന്താ തെളിയിക്കുന്നത്? സമഭാജി എതിർവശത്തെ വിഭജിക്കുന്ന അംശബന്ധം ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധങ്ങൾക്ക് തുല്യമാണെന്ന് പറഞ്ഞത്. ഇവിടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എ സി ഈസ് ടു ബി സി എന്ന് ലഭിച്ചു. അതുകൊണ്ട് സിയിൽ നിന്ന് കോൺ സിയുടെ സമഭാജി എതിർവശത്തെ വിഭജിക്കുന്ന അംശബന്ധം മറ്റു രണ്ട് വശങ്ങൾ, എ സി ഒരു വശമാണ്, മൂന്നാമത്തെ വശമാണ് ബി സി, മറ്റ് രണ്ട് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധങ്ങൾക്ക് തുല്യമാണ് എന്ന ഒരു തത്വം കൂടി നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പേജ് 19, ഒരു ത്രികോണത്തിലെ ഏത് കോണിന്റെയും സമവാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. ഒരു ത്രികോണത്തിലെ ഏത് കോണിന്റെയും സമവാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 19ാമത്തെ പേജിലുള്ള ചോദ്യങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് താഴത്തെ വശത്തിലേക്ക് രണ്ട് വരകൾ വരച്ചിരിക്കുന്നു. താഴത്തെ വരയുടെ നീളത്തെ ഭാഗിക്കുന്ന അംശബന്ധവും ചിത്രത്തിലെ 3 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവിന്റെ അംശബന്ധവും ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കുക. നോക്കുക, ഇൻ ദ പിക്ചർ ബിലോ 2 lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangles in the picture. അതായത് ഇതിൻ്റെ മേലത്തെ വെർട്ടെക്സിൽ നിന്ന് താഴത്തെ വശത്തേക്ക് രണ്ട് വരകൾ വരച്ചിരിക്കുന്ന ഈ രണ്ട് പച്ച വരകൾ
അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് ഈ വരകൾ താഴത്തെ വശത്തെ വിഭജിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും അംശബന്ധവും ഇവിടെ കിട്ടുന്ന 3 ത്രികോണങ്ങളുണ്ട്, ഒരു നീല, മഞ്ഞ, പച്ച, ഈ 3 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും ഏരിയ തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ത്രികോണം എ ബി സിയിൽ എ എന്ന ശീർഷത്തിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2 വരകൾ വരയ്ക്കുന്നു. എ ഡി എ ഇ എന്ന വരകൾ, ആ വരകൾ ത്രികോണത്തെ 3 ത്രികോണങ്ങളായി മാറ്റുന്നുണ്ട്. ഒരു നീല, മഞ്ഞ, പച്ച കളറിൽ 3 ത്രികോണങ്ങൾ. നമുക്ക് തെളിയിക്കേണ്ടത് ഈ 3 ത്രികോണങ്ങളുടെയും ഏരിയ തമ്മിലുള്ള റേഷ്യോയും ഈ താഴത്തെ വശങ്ങൾ തമ്മിലുള്ള ബി ഡി ഡി ഇ സി എന്നീ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമാണെന്നാണ് തെളിയിക്കുന്നത്. നമുക്ക് തൽക്കാലം ബി ഡി ഡി ഇ സി ഇവയുടെ വശങ്ങളുടെ നീളം, ബി ഡിയുടെ നീളം എക്സ്, ഡി ഇയുടെ നീളം വൈ, ഇ സിയുടെ നീളം സെഡ് ആണെന്ന് വിചാരിക്കുക. കൂടാതെ ഈ ത്രികോണത്തിൻ്റെ ഉന്നതി എച്ച് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലെ ഇത് എച്ച് ആണ്. അപ്പോൾ പരപ്പളവ് കാണാൻ എളുപ്പമാണ്. ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് നമുക്ക് വ്യത്യസ്തമായി കാണാം. ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 ഇതിൻ്റെ പാദം എക്സ് ആണ്, ഉന്നതി എച്ച് തന്നെയാണ്, 1/2 എക്സ് എച്ച് ആണ്. മഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാദം വൈ ആണ്, ഉന്നതി എച്ച് തന്നെ, ഇപ്പോൾ 1/2 വൈ എച്ച് ആണ്. ഈ പച്ച ത്രികോണത്തിൻ്റെ പാദം സെഡ് ആണ്, അതിൻ്റെ ഉന്നതി എച്ച് ആണ്. അപ്പോൾ പരപ്പളവ് 1/2 സെഡ് എച്ച്. നമുക്ക് ഓരോന്നിനും കിട്ടി. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഡി 1/2 എക്സ് എച്ച്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 1/2 വൈ എച്ച്, എ ഇ സി 1/2 സെഡ് എച്ച്. ഇതിൽ നോക്കുക, ഇതിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ 1/2 എക്സ് എച്ച് ഈസ്റ്റ് 1/2 വൈ എച്ച് ഈസ്റ്റ് 1/2 സെഡ് എച്ച് ആണ്. അതിൽ 1/2 എച്ച് എല്ലാത്തിലും കോമൺ ആണ്. കോമൺ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ്റ്റ് വൈ ഈസ്റ്റ് സെഡ് എന്ന് കിട്ടും. അതുതന്നെയാണ് പാദവശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും എക്സ് ഈസ്റ്റ് വൈ ഈസ്റ്റ് സെഡ്. അതായത് ഈ 2 വരകൾ ഈ ത്രികോണത്തിൻ്റെ കോൺ എയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന അംശബന്ധം എക്സ് ഈസ്റ്റ് വൈ ഈസ്റ്റ് സെഡ് ആണ്. ഈ 3 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും എക്സ് ഈസ്റ്റ് വൈ ഈസ്റ്റ് സെഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻഡ് ടു ദി മിഡ് പോയിന്റ്സ് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് then the midpoints of this line is joined to the other 2 vertices. Prove that the areas of all 4 triangles obtained thus are equal to a fourth of the area of the whole triangle. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയുടെ മധ്യബിന്ദുവുമായി മറ്റ് 2 മൂലകളെ യോജിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4/1 തെളിയിക്കുക. ചിത്രത്തിൽ നോക്കുക, ത്രികോണം എ ബി സി. എ ബി സിയിൽ ബി സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഡി. നമ്മൾ എയും ഡിയും യോജിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിൻ്റെ ഒരു ശീർഷത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മധ്യബിന്ദുവും ശീർഷവും നമ്മൾ യോജിപ്പിക്കുന്ന വര എതിർവശത്തെ വിഭജിക്കുന്ന അംശബന്ധം, എതിർവശത്തെ വിഭജിക്കുന്ന മധ്യബിന്ദു ആയതുകൊണ്ട് ഇത് 2 ഈക്വൽ ആയിരിക്കും. ഈ ഏരിയ 2 ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എ ബി ഡിയുടെ ഏരിയയും എ ഡി സിയുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും. ത്രികോണം എ ബി സിയുടെ ഏരിയ എക്സ് ആണെങ്കിൽ ഇത് x/2, ഇത് x/2 ആയിരിക്കും. ഇത് നമ്മൾ എ ഡിയുടെ മധ്യബിന്ദുവാണ് ഈ ഡിയും മറ്റ് 2 ശീർഷങ്ങൾ നമ്മൾ യോജിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇയും ഈ ബിയും കൂടെ യോജിപ്പിച്ചു, ഇയും സിയും കൂടെ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് 4 ത്രികോണങ്ങൾ ഇവിടെ ലഭിക്കും. ഒരു നീല ത്രികോണം, ഇവിടെ ഒരു പച്ച, ഒരു മഞ്ഞ, ചുവപ്പ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എ ഡി ബിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് എ ബി സിയുടെ പകുതിയാണ് എന്ന് പറഞ്ഞു. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. മൊത്തം എ ബി സിയുടെ പകുതി ആയിരിക്കും. കാരണം ഡി മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ ഡി എന്ന വര ബി സിയെ വിഭജിക്കുന്ന അംശബന്ധവും എ ബി സി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവിനെ വിഭജിക്കുന്ന അംശബന്ധവും ഈക്വലാണ്. അതുകൊണ്ട് എ ഡി ബിയുടെ പരപ്പളവ് ത്രികോണം എ ബി സിയുടെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും. ഇനി നമ്മൾ ഈ ത്രികോണം എ ഡി ബി പരിഗണിക്കുക. എ ഡി ബിയിൽ
എ ഡി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ്, മിഡ് പോയിൻ്റ് ആണ് ഇ. ഇതേ കണ്ടീഷനിൽ ഇ എന്ന പോയിൻ്റ് എ ഡിയെ 2 പകുതികളാക്കുന്നു. അതേപോലെ ബി എന്ന വര ഈ എ ബി ഡി എന്ന ത്രികോണത്തിനെയും 2 തുല്യ ത്രികോണങ്ങളാക്കി മാറ്റുന്നു. തുല്യ ത്രികോണം അല്ല, പരപ്പളവുകൾ തുല്യമായ 2 ത്രികോണങ്ങളാക്കി മാറ്റുന്നു. പരപ്പളവുകൾ തുല്യമായിരിക്കും. ഈ ചുവന്ന ത്രികോണത്തിൻ്റെയും നീല ത്രികോണത്തിൻ്റെയും പരപ്പളവുകൾ തുല്യമായിരിക്കും. അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബി ഡി ഇ എന്ന് പറയുന്ന ഈ ചുവന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഈ ചുവന്ന ത്രികോണത്തിൻ്റെ മാത്രം പരപ്പളവ് എന്ന് പറയുന്നത് മൊത്തം എ ബി സിയുടെ 4/1 മനസ്സിലാക്കും. കാരണം എ ബിയുടെ പരപ്പളവ് ആകെ എ ബി സിയുടെ പകുതിയാണ്, അതിൻ്റെയും പകുതിയാണ് ചുവന്ന ത്രികോണത്തിൻ്റെത്. അപ്പോൾ ബി ഡിയുടെ പരപ്പളവ് എന്താണ്? 1/2 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടി. 1/2 ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ആണ്. ഇപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഡിക്ക് പകരം 1/2 ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുത്താൽ 1/2 ഇൻറ്റു 1/2. അപ്പോൾ 1/4 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഇതിൽ ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് ത്രികോണ എ ബി സിയുടെ പരപ്പളവിൻ്റെ 4/1 ആയിരിക്കും. In the picture below, the top vertex of a triangle is joined to the midpoints of its opposite sides, and then the point dividing the line in the ratio 2:1 is joined to other 2 sides. Prove that areas of all three triangles in the picture on the right side are equal to the side of the area of the whole triangle. അതായത് ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം, മുകളിലത്തെ മൂലയും താഴത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവുമായി മറ്റു 2 മൂലകളും യോജിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ ഈ 3 ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 1/3 തെളിയിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെയും ത്രികോണം എ ബി സി തന്നിട്ടുണ്ട്. ഒരു ത്രികോണം, അതിൻ്റെ പരപ്പളവ് തൽക്കാലം നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എക്സ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി സിയുടെ മധ്യബിന്ദു, ദ മിഡ് പോയിന്റ് ഓഫ് ബി സി ഈസ് ടേക്കൺ ആസ് ഡി, ദെൻ join AD. നമുക്കറിയാം here D is the midpoint, so AD divides BC and the area of the triangle ABC into 2 equal parts. അറിയാം D midpoint ആയതുകൊണ്ട് BD is equal to DC ആയിരിക്കും. അതോടൊപ്പം തന്നെ area of ADB is equal to area of ADC. ABCയുടെ X ആയതുകൊണ്ട് ADB എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ x/2 ആയിരിക്കും. ഈ ഭാഗം x/2 ആയിരിക്കും. എ ഡി എന്ന വശത്തിനെ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എ ഡി എന്ന വശത്തിൻ്റെ മൊത്തം നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടം വരെ 2, ഇങ്ങോട്ട് 1, അങ്ങനെ ആയിരിക്കണം. മൊത്തം 6 ആണെങ്കിൽ ഇവിടം വരെ 4, ഇവിടം വരെ 2, ആ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നൊരു പോയിന്റ് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ഇത് 1 പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ 2 മടങ്ങായിരിക്കും ഇത്. ഇ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ജോയിൻ ബി ആൻഡ് സി. ഇപ്പോൾ ഇവിടെ 2 ത്രികോണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പിങ്ക് ത്രികോണവും ഒരു യെല്ലോ ത്രികോണവും ഉണ്ട്. കാരണം ഇവിടെ നോക്കൂ, എ ഡി എന്ന വരയിലെ ബിന്ദുവാണ് ഇ. ബിയുടെ ത്രികോണം എ ബി ഡി എന്ന ത്രികോണത്തിൽ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ഡി. എ ഡിയിലെ ഒരു ബിന്ദുവാണ് ഇ. ബി എ ഡി എന്ന വരയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 2:1 ആണ്. നമ്മൾ പഠിച്ചു അതേ റേഷ്യോയിലായിരിക്കും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിനെയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഞ്ഞ ത്രികോണവും റെഡ് ത്രികോണവും തമ്മിലുള്ള അംശബന്ധം അതുതന്നെയായിരിക്കും, 1:2 ആണ്. ഇതിൻ്റെ 2 മടങ്ങായിരിക്കും മഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ്. പിങ്ക് ത്രികോണത്തിൻ്റെ 2 മടങ്ങായിരിക്കും ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എ ബി ഡിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് x/2 ആണ്. അതിൻ്റെ മൊത്തം 3 ഭാഗമാക്കുകയാണെങ്കിൽ ഇത് 1/3 ഭാഗമായിരിക്കും, ഇത് 2/3 ഭാഗമായിരിക്കും. കാരണം 1:2 ആയതുകൊണ്ട് 3 ഈക്വൽ പാർട്ടാക്കുകയാണെങ്കിൽ അതിൽ 1 പാർട്ട് ഇതുമായിരിക്കും, 2 പാർട്ട് ഇതുമായിരിക്കും.
അപ്പോൾ ശരിക്ക് ബി ഡി ഇ എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി ഡി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/3 പാർട്ടായിരിക്കും. മഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ് 2/3 പാർട്ടുമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബി ഡി ഇ ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി എ അല്ലെങ്കിൽ എ ബി ഡി, ദാറ്റ് ഈസ് ഈക്വൽ 1/3 ഇൻറ്റു x/2, ദാറ്റ് ഈസ് x/6 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബി ഡി ഇയുടെ പരപ്പളവ് x/6 ആയിരിക്കും. ഇത് നമുക്കറിയാം 2/3 ഇൻറ്റു x/2 ആയിരിക്കും. അതിൽ 2/3 ഇൻറ്റു x/2 2 2 ക്യാൻസൽ ആയി പോയാൽ x/3 ആയിരിക്കും. അല്ലെങ്കിൽ മൊത്തം എ ബി സിയുടെ പരപ്പളവിൻ്റെ 1/3 മഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇവിടെ റെഡ് ത്രികോണം കിട്ടി, അതും ഇതും തുല്യമാണെന്നറിയാം, ഇതിൻ്റെയും x/3 ആയിരിക്കും. താഴെയുള്ള ഭാഗവും ഇത് x/3 ഇത് x/3 പോയി, 3/1 പോയി, ബാക്കിയുള്ള ഭാഗവും 3/1 ആയിരിക്കും. അപ്പോൾ ഇത് 3 ത്രികോണത്തിൻ്റെയും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി ഇ നമുക്കറിയാം 2/3 ഇൻറ്റു x/2 ആയിരിക്കും. അപ്പോൾ ഇത് x/3 ബാക്കിയുള്ളത് ഇത് x/3, 3 തുല്യ ഭാഗങ്ങളായി ഓരോന്നും x/3 വീതം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ പേജ് 20 4ാമത്തെ ചോദ്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ സമഭാജിയിലെ ഏതു ബിന്ദുവിൽ നിന്നും കോണിൻ്റെ വശങ്ങളിലേക്കുള്ള ലംബ ദൂരങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണം. ഇവിടെ നോക്കുക, 4ാമത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ പറയാം, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ടു ദ സൈഡ്സ് ആർ ഈക്വൽ. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് ആംഗിൾ സി എ ബി ഇവിടെ ശ്രദ്ധിക്കുക, ആംഗിൾ ബി എ സി ഇവിടെ തന്നിട്ടുണ്ട് ചിത്രത്തിൽ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ബി എ സിയുടെ ആംഗിൾ എയുടെ ആംഗിൾ ബൈസെക്ടർ സമഭാജിയിലെ ഏതു ബിന്ദുവിൽ നിന്നും ഈ കോണിൻ്റെ വശങ്ങളിലേക്ക് വരയ്ക്കുന്ന ലംബങ്ങളുടെ നീളം തുല്യമായിരിക്കും തെളിയിക്കേണ്ടത്. ഇവിടെ ബി എ സി എന്ന കോണിൽ ആംഗിൾ എയുടെ സമഭാജി വരച്ച് നോക്കാം. ഇതാണ് സമഭാജിയാണ്. സമഭാജിയുടെ പ്രത്യേകത എന്താണ്? സമഭാജി ഈ കോണിന് 2 തുല്യ പാർട്ടുകളായിട്ട് വിഭജിക്കും. നമ്മൾ ഈ സമഭാജിയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഡി അടയാളപ്പെടുത്തുക, എവിടെയായാലും കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ നിൽക്കുക, എവിടെയായാലും പ്രശ്നമില്ല, ഡി അടയാളപ്പെടുത്തുക. ഡിയിൽ നിന്ന് ഇതിൻ്റെ വശങ്ങളിലേക്ക്, ഇതിൻ്റെ സൈഡുകളിലേക്ക് എ ബിയിലേക്കും എ സിയിലേക്കും നമുക്ക് 2 ലംബങ്ങൾ വരയ്ക്കാം. ഡി ഒരു ലംബമാണ്, ഡി എഫ് ഒരു ലംബമാണ്, പെർപെൻഡിക്കുലേഴ്സാണ്. പെർപെൻഡിക്കുലർ ഫ്രം എ ടു ദ സൈഡ്സ് എ ബി ആൻഡ് എ സി. നമുക്ക് തെളിയിക്കേണ്ടത് ദ ലെങ്ത് ഓഫ് ഡി ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡി എഫ്, ഡി ഈസ് ഈക്വൽ ടു ഡി എഫ് എന്ന് തെളിയിക്കണം. അതിന് വേണ്ടി നമുക്കിവിടെ 2 ത്രികോണങ്ങൾ കാണാം, 2 മട്ട ത്രികോണമാണ്. ഈ കോൺ 90ആണ്, ഈ 90ആണ്. ഈ മട്ട ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. നോക്കാം, തുല്യ ത്രികോണങ്ങളാണെന്ന് നോക്കാൻ എളുപ്പമാണ്. ഈ 2 കോണുകൾ മട്ട കോണുകളാണെന്ന് നമുക്കറിയാം, 90 ഡിഗ്രിയാണ്. ഇനി ഈ 2 കോണുകൾ നോക്കുക, ഇതെന്താണ്? സമഭാജി ആയതുകൊണ്ട് ആ കോണുകൾ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കോണും ഈ ത്രികോണത്തിൻ്റെ ഇതൊരു മട്ട കോണാണ്, ഈ കോൺ ഈക്വലാണ്, അതുകൊണ്ട് 3ാമത്തെ കോൺ ഈക്വലായിരിക്കും. ഇതിപ്പോൾ 30 ആണെങ്കിൽ 90 മൈനസ് 30 ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇത് 30, അപ്പോൾ ഇത് 60 ഇത് 60 ആയിരിക്കും. അപ്പോൾ നമുക്കെന്താണ്? പിന്നെ ഇതാ ഈ വശം പൊതുവാണ്, ഈ 2 ത്രികോണങ്ങൾക്കും പൊതുവായ വശമാണ്. ഈ 2 എ ഡി ഇ എന്ന ത്രികോണത്തിനും എ ഡി എഫ് എന്ന ത്രികോണത്തിനും പൊതുവായ വശമാണ് ഇത്. പിന്നെന്താണ്? 3ാമത്തെ കോണും തുല്യമാണ്, ഇതും തുല്യമാണ്. അപ്പോൾ ഒരു വശവും ആ വശത്തെ 2 കോണുകളും, ഈ നീലവശം ആ വശത്തെ 2 വെള്ള കോണുകൾ, ഈ ത്രികോണത്തിൽ ആ വശത്തെ 2 മഞ്ഞ കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്, കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് എന്താണ്? മറ്റ് വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഡി ഇ എന്ന വശവും ഡി എഫ് എന്ന വശവും അതുകൊണ്ട് തുല്യമാണ്. അതായത് സമഭാജിയിലെ ഏത് പോയിന്റ് എടുത്താലും ശരിയാണെന്ന് അറിയാം. ഇതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ നിൽക്കുക, അതങ്ങനെ നീക്കി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഈ നീളം തുല്യമായിരിക്കും. എവിടെയാണെങ്കിലും കുഴപ്പമില്ല.